നമസ്കാരം. വോട്ട് വൈബിലേക്ക് സ്വാഗതം. നിയമസഭാ ഇലക്ഷനോട്ട് മുന്നോടിയായിട്ട് നമ്മളെ കുറച്ച് ട്രാൻസ്ജെൻഡർ മനുഷ്യർ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അലൻ ക്രിസ്റ്റഫർ, ട്രാൻസ്വൻ പ്രതിനിധി; ശ്രീമയ്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി; അമയ പ്രസാദ്, കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി; പ്രജിത് പി കെ, ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ പ്രവർത്തകൻ; ആദ്രിജ പണിക്കർ, BJP പ്രതിനിധി. സ്വാഗതം. അപ്പോൾ നമ്മൾ നിലവിൽ ഒരു ഇലക്ഷനെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യരാണ്, ഇലക്ഷന് മുന്നിൽ കാണുന്ന ആളുകളാണ്. കേരളത്തിനകത്ത് കഴിഞ്ഞ 10 വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ദൃശ്യത എന്നൊക്കെ പറയുന്നത് എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം കൂടിയാണ്. പക്ഷേ അതിനൊക്കെ തുടക്കം കുറച്ച് കോൺഗ്രസ് പ്രസ്ഥാനമൊക്കെ നമുക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അമയ, നമ്മൾ ആദ്യ സമയത്ത് ഈ പറയുന്ന പോലെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിറ്റി മനുഷ്യരെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഇടത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ നാളെ ഏത് സാഹചര്യത്തിലേക്കുള്ള രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരുപക്ഷെ ഇടതുപക്ഷമായിരിക്കാം, അല്ലെങ്കിൽ വലതുപക്ഷമായിരിക്കാം എന്നുള്ളതാണ്. ആ ഇടത്ത് ഇനി കമ്മ്യൂണിറ്റി മെമ്പർ കുറച്ചും കൂടി അവകാശങ്ങൾ നേടിയെടുക്കേണ്ട ഒരു സാഹചര്യമാണോ മുന്നിലുള്ളത്? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ വേണം. ഇപ്പം മെയിനായിട്ട് തന്നെ നമ്മളെ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും കോൺഗ്രസ് ഭരണത്തിൽ വരും. ഞാൻ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി വലിയ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത് അമ്മയ ഒരു ഇലക്ഷൻ മത്സരിച്ചിട്ടുള്ള വ്യക്തിയാണ്. വലിയ സന്തോഷത്തോടു കൂടി. കാരണം മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിനായിട്ട് ഒരു മുന്നോട്ട് ഒരു ചുവട് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് നമുക്ക് കോൺഗ്രസ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ കോൺഗ്രസ് ട്രാൻസ്ജെൻഡർ എന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക്, ട്രാൻസ്ജെൻഡർ മനുഷ്യൻ എന്നൊരു നിലയ്ക്ക് നമ്മൾക്ക് തരുന്ന പ്രിവിലേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ഇപ്പോൾ 10 വർഷമായിട്ട് ഇടതുപക്ഷമാണ് ഭരണം വരുന്നത്, അപ്പം വേറൊരു രാഷ്ട്രീയ പക്ഷമാണ്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ KPCCക്കകത്ത് തന്നെ സ്പെഷ്യലി ഞങ്ങളെ പ്രത്യേകമായിട്ടാണ് അവിടെ പരിഗണിക്കുന്ന പല കാര്യങ്ങളിലും. അതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മളുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പാർട്ടി കൃത്യമായി അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പോത്തങ്കോട് ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്നു. അത് തന്നെ ഭയങ്കര ചർച്ചാ വിഷയമായ ഒരു ഇതായിരുന്നു. അപ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയതിന് ഏറ്റവും വലിയൊരു കാര്യമായി കാണുന്നു. അതിനെ പാർട്ടിക്കകത്തും അതുപോലെ തന്നെ പുറത്തും മനുഷ്യരും എങ്ങനെ അത് കാണുന്നു എന്നുള്ളതിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയൊരു വോട്ട് ബാങ്ക് ഉള്ള ഒരു സ്പേസിലേക്കാണ് അമയ മത്സരിക്കുന്നത്. അവിടെ വലിയൊരു വോട്ടിന്റെ വലിയൊരു സംഖ്യ കിട്ടി എന്നുള്ള വലിയ സന്തോഷം കൂടി ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും തോറ്റുപോയത്? അവിടെ തോറ്റുപോവാൻ കാരണം ഒന്നാമത്തെ കാര്യം, ആദ്യമായിട്ട് മത്സരിക്കാൻ നിന്നു. അതിൽ പ്രത്യേകിച്ച് അതിനകത്ത് മെയിനായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് വലിയൊരു സപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെയാണ് സഹകരിച്ചതൊക്കെ. പക്ഷെ അതൊരു ഇപ്പം രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ കുറേ വർഷകാലമായിട്ട് ഇടതുപക്ഷം തന്നെ വിജയിച്ച് വരുന്ന ഒരു കോട്ട തന്നെയാണത്. പക്ഷെ അവിടെ നല്ല രീതിയിൽ മറ്റു വർഷം 5 വർഷം ഒരിക്കൽ മറ്റു വർഷങ്ങളെ സംബന്ധിച്ച് അവിടെ വോട്ടിംഗ് ഇത് കൂട്ടാൻ പറ്റി എന്നുള്ളതാണ്. 7000-8000 ജില്ലാ പഞ്ചായത്തിൽ 7000-8000 വോട്ടുകൾ നേടിക്കൊണ്ടിരുന്ന അതേ സ്ഥലത്ത് 12,784 വോട്ട് പിടിക്കാനും അതോടൊപ്പം തന്നെ അത്രയും വോട്ട് കാണിക്കാനും, സ്ട്രെങ്ത് കാണിക്കാനും ഒരു ട്രാൻസ്പേഴ്സൺ എന്ന നിലയ്ക്ക് ഒരു രസകരമായ ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഒരു സിറ്റിംഗ് സീറ്റിലേക്ക് അമ്മയെ നിർത്താമായിരുന്നു എന്നുള്ളത് ഞാൻ അടക്കമുള്ള ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് കോൺഗ്രസിന് സാധിച്ചില്ല? അത് ഈ ആദ്യമേ തന്നെ ഈ പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിലും ആൾക്കാർ കൃത്യമായിട്ട് ഓരോ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ടിയുടെ തീരുമാനമായിരുന്നു. പാർട്ടി ഒരു തീരുമാനം ഇങ്ങനെ പറഞ്ഞു, ജില്ലാ പഞ്ചായത്തിൽ തന്നെ മത്സരിക്കുന്നു. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്ഥലത്ത് തന്നെ വാർഡിൽ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ വാർഡിൽ മത്സരിക്കാൻ പോയപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവിടുത്തെ സിറ്റുവേഷൻ അറിയാത്തത് കൊണ്ട് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് പാർട്ടി നിയോഗിക്കുകയായിരുന്നു. പാർട്ടി നിയോഗിച്ചത് കൊണ്ട് കൃത്യമായിട്ട് അവിടെ മത്സരിച്ചു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ അവിടെ പോരാടാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾക്കും വലിയ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറത്തേക്ക് ആവശ്യം എന്നുള്ളത്. കാരണം അമ്മയെ മത്സരിക്കുന്നത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വലിയ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അദ്രിജ, നമ്മൾ നിലവിൽ പക്ഷേ വളരെ റീസെൻ്റാണ് BJPയിൽ അംഗത്വം എടുത്തിട്ടുള്ളത് അല്ലേ? അതിന് മുമ്പ് തന്നെ BJP പ്രവർത്തകയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബില്ലടക്കമുള്ള ഇപ്പം നിലവിൽ കേന്ദ്ര രാജ്യസഭയിലും പാർലമെൻറ്റിലൊക്കെ തന്നെ പാസ്സായിട്ടുള്ള ബില്ലടക്കം BJP സർക്കാരിന് വലിയ രീതിയിൽ ഒരു തിരിച്ചടി സംഭവിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം BJPയിലുള്ള മനുഷ്യരൊക്കെ തന്നെയാണ് ഇതിനെതിരായിട്ട് സംസാരിക്കുന്നത്. കാരണം നമ്മൾ കേന്ദ്രത്തിൻ്റെ പലയിടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ BJP പ്രവർത്തകർ തന്നെയാണ് ഈ പറഞ്ഞ ബില്ലിനെതിരെ സംസാരിക്കുകയും അത് BJPക്കെതിരെ സംസാരിക്കുന്ന രീതിയിലേക്ക് ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷന് ഇതൊരു BJPക്ക് വലിയൊരു തിരിച്ചടി സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമല്ലേ?
അല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാര്യം ഇപ്പം നാദറയായാലും നമ്മളിവിടെ ഇരിക്കുന്നവരൊക്കെ ഏകദേശം കണ്ടംപററീസ് ആണല്ലോ. ഞാൻ +1 +2 കാലം മുതലേ രാഷ്ട്രീയം നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. ആ സമയം മുതലേ രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ കാലം മുതലേ നമ്മളെല്ലാ ഇലക്ഷനുകളെയും ഞാൻ പിൻപറ്റുന്നുണ്ട്, കാണാറുണ്ട്, അതിനെ പഠിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ എല്ലാവരുടെയും ഒരു അനുഭവത്തിൽ, കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം, മൊത്തത്തിലുള്ളൊരു സിനാരിയോ ഇത്രയധികം അങ്ങ് മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഏറ്റവും അതികായനായ സുധാകരനെ പോലെയുള്ള ആൾക്കാർ പാർട്ടി വിട്ടു പോകുന്നു. സിറ്റിംഗ് MLA മാർ, CPM-ന്റെ സിറ്റിംഗ് MLA-മാർ പാർട്ടി മാറി BJP-യിലേക്ക് വരുന്നു. കോൺഗ്രസ് BJP-യിൽ നിന്ന് പോകുന്നുണ്ടായിരിക്കും. നമ്മൾ പക്ഷെ കാണുന്നത് BJP-യിലേക്ക് വരുന്ന അവസ്ഥയാണ്. ഞാൻ പറയട്ടെ, അതുപോലെ കോൺഗ്രസിൽ നിന്നും മൊത്തത്തിൽ പാർട്ടിക്കകത്ത് നടക്കുന്ന വലിയ പിളർപ്പുകളെക്കുറിച്ചും കാര്യങ്ങളും ഒക്കെ നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നുണ്ട്. അതിൻ്റെ ഒരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഭാരതീയ ജനതാ പാർട്ടി എന്ന് തന്നെയാണ്. കാരണം LDF UDF 1 A B 1 2 ഇങ്ങനെ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു കാലഘട്ടത്തിൽ 1977-ലാണെന്ന് തോന്നുന്നു, സഖാവ് പിണറായി വിജയൻ പോലും അന്നത്തെ ജനസംഘത്തിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചിരുന്നു എന്ന ചരിത്രം അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇങ്ങനെ UDF-ഉം LDF-ഉം മാറി മാറി കളിക്കുകയും അവിടെ BJP എന്ന് പറയുന്ന ഒരു മൂന്നാം മുന്നണിയായി മാത്രം നിൽക്കുകയും ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ 2 കക്ഷികൾക്കും സമാനമായ ഒരു കക്ഷി NDA എന്ന് പറയുന്ന സഖ്യം വളർന്നു വരുന്നുണ്ട് എന്നത് ഒരു കേരളത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതെ, ഒരുപാട് മഞ്ചേശ്വരത്ത് 86 വോട്ടുകളുടെ ഒക്കെ വ്യത്യാസത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇത്തവണത്തെ ഇലക്ഷൻ എത്ര സീറ്റ് BJP നേടും? അല്ല, ഈ 140 സീറ്റുകളിൽ 140 സീറ്റുകളിലും ജയിക്കാൻ തന്നെയാണല്ലോ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA സഖ്യം മത്സരിക്കുന്നത്. ഞാൻ പറയാം, ഈ ഒരു ഇലക്ഷൻ ഈ എത്ര സീറ്റുകൾ കിട്ടും എന്നതിനപ്പുറത്ത് ഈ ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ തക്കവണ്ണമുള്ള ഒരു ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല, യാതൊരുവിധ സംശയവുമില്ല. UDF LDF എന്നതിലുപരി NDA എന്ന് പറയുന്നൊരു സഖ്യം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തീരുമാനിക്കും. അതൊരു ജനാധിപത്യം അങ്ങനെയാണല്ലോ. ആ തരത്തിലേക്ക് മാറും എന്നുള്ളതിനകത്ത് ഒരു സംശയം വേണ്ട. അതായത് മുമ്പൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളായിരുന്നു. ഇന്ന് എല്ലാ മണ്ഡലങ്ങളും A ക്ലാസ് മണ്ഡലങ്ങളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയൊരു മാറ്റത്തിലേക്ക് കേരളം കടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും, വിസിബിൾ ആണെന്നുള്ളതാണ്. പക്ഷേ എത്ര സംഖ്യ ഇവർ BJP സീറ്റ് പിടിക്കും എന്നുള്ള വലിയൊരു ചോദ്യവും കൂടെ ഉണ്ട്. അക്കൗണ്ട് തുറക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് BJP പ്രവർത്തകരൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സെലിബ്രിറ്റി ഫേസസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ മത്സരിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചോദ്യം കൂടി, ഇത്തരം സെലിബ്രിറ്റി ഫേസ് ആയിട്ടുള്ള ആളുകളെ മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ സാധ്യതയുണ്ട് മത്സരിക്കാൻ. പക്ഷേ ആ ഒരു സാഹചര്യം നമുക്ക് ഒരിടത്തും കാണാൻ സാധിച്ചില്ല എന്നുള്ള വലിയൊരു ദയനീയമായ ഒരു അവസ്ഥയും കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യരിൽ ഉൾപ്പെട്ട മനുഷ്യരെ ഒരു ഇലക്ഷനിൽ മുന്നിലേക്ക് നിർത്താത്തത്? അല്ല, അത് ഞാൻ വ്യക്തമാക്കി തരാം. ഒന്ന്, ഈ പറയുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോഴാണ് 15 അംഗത്വം എടുത്തത്. ഇതിനു മുൻപും പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഇലക്ഷനിൽ നിർത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇലക്ഷനിൽ ഒരു പാർട്ടിയും ട്രാൻസ്ജെൻഡർ, അതായത് ആം ആദ്മി പാർട്ടി ഒഴിച്ച് വേറെ മുഖ്യധാരാ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ എന്നെ നിൽക്കാൻ പറഞ്ഞിരുന്നതായിരുന്നു. അപ്പോൾ അല്ല, ഞാൻ എന്നെ നിൽക്കാൻ പറഞ്ഞിരുന്നതായിരുന്നു എന്ന് എനിക്ക് പറയാമല്ലോ. അല്ലെങ്കിൽ സീമാ വിനീതിനെ നിർത്താൻ പറഞ്ഞിരുന്നു എന്നോ അല്ലെങ്കിൽ അഖിലിനെ നിൽക്കാൻ പറഞ്ഞിരുന്നോ നമുക്ക് പറയാം. അതിനകത്ത് കാര്യമില്ല. ഞാൻ റിയാലിറ്റിയാണ് സംസാരിക്കുന്നത്. ആരെയും നിർത്തിയിട്ടില്ല. കാരണം ഇത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സംബന്ധിച്ച് ഈ ഇലക്ഷൻ വളരെ ക്രൂഷ്യലാണ്. മുൻകാലങ്ങളിലെ ഇലക്ഷനെ അപേക്ഷിച്ച് ഈ ഒരു ഇലക്ഷൻ വളരെ ക്രൂഷ്യലാണ്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ ഇതൊക്കെ തീരുമാനം എടുക്കുന്നത് വ്യക്തിപരമായ, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ വ്യക്തിയധിഷ്ഠിത പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ അല്ലേ, അത് വലിയൊരു അഭിമാനമാണ്. കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പച്ച കള്ളമാണെന്ന് കൂടി ഞാൻ വ്യക്തമാക്കാം. 2022 പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്. 2022 പവർ കട്ട് ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ട സംഭവം
സംഭവങ്ങളെന്നൊന്ന് പറഞ്ഞു നിരന്തരം പോകരുത്. ഓരോ എന്നാൽ നിങ്ങൾ ദിവസവും വ്യക്തമാക്കണം അരമണിക്കൂറും പവർ ഒരു കട്ട് മണിക്കൂറും പവർ കട്ട് ഉണ്ടായിരുന്ന കേരളത്തിനകത്ത് ഒറ്റപ്പെട്ട പവർ കട്ട് ഉണ്ടായിരുന്നു 10 വ്യക്തമാക്കണം. വർഷങ്ങൾ എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ അടക്കമുള്ള മനുഷ്യർ പറയും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കാരണം കേരളം വലിയ രീതിയിൽ ഒരു മാറ്റത്തിലേക്ക് സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെ റോഡായിക്കോട്ടെ, വികസനമായിക്കോട്ടെ, തൊഴിലിടമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, ആ ഇടത്തൊക്കെ തന്നെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഓണം കഴിയട്ടെ, ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പുസ്തകം കിട്ടാത്ത ഒരു കാലത്ത് നിന്ന് ഇന്ന് പുസ്തകം നേരത്തെ ഒരു വർഷം മുന്നേ കൊടുക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളതാണ്. ആ ഇടത്ത് ശ്രീമയ്, നമ്മൾ ഇനി ഒരു LDF സർക്കാർ ഭരണത്തിലെത്തുമോ? എന്താണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും പിണറായി സർക്കാർ 3.0 ലോഡിംഗ് ആണ്. അത് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് പറയുന്നത് നമുക്കറിയാം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർക്കാരിനും ഒരു തുടർഭരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ കൊട്ടിക്കൊഴിച്ച് ഒരുപാട് ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടും ആദ്യഘട്ടത്തിനേക്കാളും വളരെയധികം ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ് LDF സർക്കാർ എന്ന് പറയുന്നത്. ട്രാൻസ് മനുഷ്യരുടെ ആസ്പെക്റ്റിലൂടെ പറയാനാണ് ഞാൻ കുറച്ചുകൂടി ആഗ്രഹിക്കുന്നത് പറയുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷവും ഈ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ എത്രയോ വർഷം ഇന്ത്യയിലെ മറ്റ് ഏതൊരു സംസ്ഥാനവും ട്രാൻസ് മനുഷ്യരുടെ കാര്യത്തിൽ നേടിയെടുത്തിട്ടുള്ള വികസനത്തിനേക്കാളും ഏറ്റവും കൂടുതലാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഓരോ ബഡ്ജറ്റിലും 5 കോടി രൂപ, 5 കോടിക്ക് മുകളിലാണ് ഇത്തവണ ബഡ്ജറ്റിൽ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കേരളം സംബന്ധിച്ചിടത്തോളം ഒരു 10 വർഷം കൊണ്ട് ഈ ഒരു മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കാത്തതാണ്. ഒരു മതനിരപേക്ഷ സർക്കാർ എന്ന് പറയുന്നത് അതാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. കേരളത്തിൻ്റെ ജനസംഖ്യ അനുപാതികം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സർക്കാർ മാത്രമേ ഇവിടെ ഉയർന്നു വരികയുള്ളൂ. അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും അവിടെ ഒരിക്കലും വർഗീയ നിലപാടുകളോടുകൂടി മാത്രം മുന്നേറുന്ന ഒരു മുന്നണിക്ക് സ്ഥാനമില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു പ്രതീക്ഷ പങ്കുവെച്ചു എന്നുള്ളതാണ്. പ്രജിത്തിലേക്ക് വരുന്ന സമയത്തും മനുഷ്യാവകാശ പ്രവർത്തകനാണ്. നമുക്ക് പക്ഷെ പലപ്പോഴായിട്ട് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസ്താവനകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു മത്സരാർത്ഥി മറ്റൊരു സ്ത്രീനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, ശാരീരിക അവസ്ഥയൊക്കെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയുണ്ടായി. ഇപ്പം പല രീതിയിൽ ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ കണക്ക് പിണറായി വിജയൻ വീട്ടിൽ പോയി ചോദിക്കുന്നു പറയുന്നതൊക്കെ വലിയ രീതിയിൽ ചിലപ്പോൾ കേൾക്കുന്ന മനുഷ്യന്, പ്രത്യേകിച്ച് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് പോലും ഒരു ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ഇടപെടലൊക്കെ തന്നെ ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന മനുഷ്യർ തിരുത്തപ്പെടേണ്ടതല്ലേ എല്ലാ കാലത്തും? രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും സാമൂഹ്യ ജീവിയായിരിക്കുന്നിടത്തോളം കാലം നിരന്തരം പുതുക്കുകയും അൺലേൺ ചെയ്യുകയും റീലേൺ ചെയ്യുകയും ചെയ്ത് പുതുക്കിക്കൊണ്ട് പോകുക തന്നെ വേണം. അതാണല്ലോ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം കൊണ്ടും സാമൂഹ്യ വിദ്യാഭ്യാസം കൊണ്ടും സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടും നമുക്ക് ലഭിക്കുന്ന ആർജിക്കുന്ന ഗുണങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ എഡ്യൂക്കേറ്റ് ആകുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് ഇൻഫാക്റ്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യം മാത്രമല്ല. നമ്മൾ പലപ്പോഴും ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഒരാളിനെ, പ്രത്യേകിച്ച് ഇപ്പം CM-ൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ പലപ്പോഴും മുമ്പ് ഞാനതൊരു വാദത്തിനായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യമാണ്. ദേഷ്യപ്പെടുന്ന കർക്കശക്കാരനായ മുഖ്യമന്ത്രിയെയാണ് പലപ്പോഴും മാധ്യമങ്ങൾ എടുത്ത് കാണിച്ചിരുന്നത്. അപ്പം മാധ്യമങ്ങൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിനെ മാത്രം കാണിക്കുകയും, എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ മുക്കുമൂലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു പെർസ്പെക്ഷൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവാണല്ലോ കഴിഞ്ഞ ദിവസം പ്രതിഭയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ജെൻഡർ അധിക്ഷേപം നടത്തുന്ന ഒരു സെക്ഷുവൽ കമൻ്റാണ്, വൾഗറായിട്ടുള്ള കമൻ്റാണ് പറഞ്ഞത്. പക്ഷേ മാതൃകാപരമായിട്ട് മുസ്ലിം ലീഗ് അയാളെ പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് വന്നു. അപ്പോൾ ആ രീതിയിലുള്ള തിരുത്തലുകൾ രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സംഘടനകൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നല്ല. മറ്റൊരു ചോദ്യം കൂടി ഉള്ളത്, നമ്മുടെ കൊല്ലത്ത് നമ്മുടെ വളരെ പരിചയമുള്ള ഒരു സുഹൃത്താകും, ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയുന്ന ചിന്താ ജെറോം ഒരു സമര പോരാട്ടത്തിനിടയിൽ ഒരു വളരെ വൃത്തികെട്ട, ഒരിക്കലും പുറത്തു പറയാൻ സാധിക്കാൻ പാടില്ലാത്തൊരു പ്രസ്താവന നടത്തിക്കൊണ്ടൊരു സമര പോരാട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നാളിതുവരെയും ക്ഷമാപണം നടത്തുകയോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ അത് വലിയൊരു തരത്തിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയൊരു നാണക്കേടല്ലേ? അല്ല, എനിക്കൊന്നും അന്ന് നടന്ന ആ സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു കേരളത്തിൽ വലിയ വിവാദം ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ വലിയൊരു ജാഥ നടക്കുകയും ആ വീഡിയോ കണ്ടവർക്കത് കൃത്യമാണ്. ഈ വിവാദപരമായിട്ടുള്ള, അധിക്ഷേപകരമായിട്ടുള്ള മുദ്രാവാക്യം വിളിക്കുമ്പോൾ അത് എന്താണെന്ന് തിരിഞ്ഞു നോക്കുന്ന, ഞെട്ടി അത് പറയാതിരിക്കുന്ന ചിന്തയാണ് നമുക്കതിൽ കാണാനായിട്ട് പറ്റുന്ന. ചിന്ത അത് ഏറ്റെടുത്ത് വിളിച്ച് പറയുന്നില്ല എന്നതാണ്. അതിനൊരു വിശദീകരണം അവർ തരുന്നുണ്ട്. കാരണം അതൊരു മാസിൻ്റെ ഒരു പ്രതികരണമാണ്. ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കുന്നില്ല, ഒരിക്കലും അതിനെ പിന്താങ്ങുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തിരുത്തപ്പെടേണ്ട കാര്യം തന്നെയാണ്. അത് നേതൃത്വം ഇടപെട്ട് കൃത്യമായ നിർദ്ദേശം, ഏതൊരു പ്രക്ഷോഭമായാലും സമരമായി കഴിഞ്ഞാലും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പറയാം, അല്ലാതെ വ്യക്തികളെ അധിക്ഷേപം ചെയ്ത് ലൈംഗിക അധിക്ഷേപം ചെയ്യുന്ന രീതിയിലേക്ക് മുദ്രാവാക്യങ്ങളോ മറ്റൊന്നും പോകുന്നത് ഒരിക്കലും നമുക്ക് നീതീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്.
നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഭരണം നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ LDF ആണോ UDF ആണോ നമുക്കിപ്പോൾ വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഭരണത്തിൽ തൃപ്തനാണോ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളെന്ന രീതി? തീർച്ചയായിട്ടും ഒരു പല മേഖലകളിൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സമ്മിശ്ര പ്രതികരണമാണ് നമുക്ക് പലപ്പോഴും ആളുകളിൽ നിന്ന് കിട്ടുന്നത്. തൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല എന്നതും നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് LDFൻ്റെ ഇപ്പോഴത്തെ ക്യാപ്ഷൻ പോലും അങ്ങനെയാണല്ലോ, നമ്മൾ മറ്റാരെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത്. അതായത് അധികാരം കൊണ്ടും മതവും പറഞ്ഞ് പണത്തിൻ്റെ കൊഴുപ്പും കൊണ്ട് ആളുകളെ പർച്ചേസ് ചെയ്യുന്നു. ഇപ്പോൾ ആളുകൾ തന്നെ ചാടിപ്പോകുന്നു എന്ന് പറയുന്ന ഒരു സമയത്ത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരമോഹികൾ എപ്പോഴും പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പുറകെ പോകും എന്നതിന് യാതൊരു തർക്കവുമില്ല. അങ്ങനെ പോകുന്ന ആളുകളെ ചാക്കിട്ട് പിടിച്ച് സ്ഥാനാർത്ഥികളാക്കുന്ന എന്താണ് ഇപ്പോൾ BJP വലതുപക്ഷ ഹിന്ദുത്വ ശക്തികൾ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാനില്ലാതെ ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിനെ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുമ്പോൾ കൃത്യമായ അജണ്ട, ഞങ്ങൾക്കിതൊക്കെയാണ് ഞങ്ങൾ അടുത്ത 5 വർഷം വരാൻ പോകുന്നതെങ്കിൽ ചെയ്യാൻ പോകുന്നതെന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് തെളിയിച്ച ഒരു രാഷ്ട്രീയ മുന്നണി ഇവിടെ ഉള്ളപ്പോൾ ജനങ്ങൾ മറ്റാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നതാണ്. അത് ഈ കേവലമായ രാഷ്ട്രീയ ഒരു വാഗ്വാദമായിട്ടല്ല ഞാൻ പറയുന്നത്. അതായത് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുന്ന രീതിയിലല്ല, മറ്റ് രീതിയിൽ ഇവിടെ എന്താണ് മുമ്പ് 10 വർഷത്തിന് മുമ്പ് ഭരിച്ചിരുന്ന ആളുകൾ നാദിറ പറഞ്ഞ പോലെ തന്നെ പാഠപുസ്തകം അടക്കം സമസ്ത മേഖലകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വികസന മുരടിപ്പ് നിന്നിരുന്ന ജനങ്ങളോട് ധാർഷ്ട്യം മാത്രം ഉണ്ടായിരുന്ന ഒരു ഒരു UDFൻ്റെ ഒരു സമയത്തിൽ നിന്ന് കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന വികസനമാണ് ഞങ്ങളുടെ രാഷ്ട്രീയമെന്നും ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയമെന്നും പറയുന്ന ഒരു മുന്നണിയിലേക്കുള്ളൊരു മാറ്റം അത് തീർച്ചയായിട്ടും ജനങ്ങൾ തെളിയിക്കുകയും കാലം തെളിയിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും നമുക്ക് വിയോജിപ്പുകളുണ്ട്, നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യം നമ്മൾ തീർച്ചയായിട്ടും എടുത്ത് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നതെന്നുള്ളതാണ്. ഇനി അലനിലേക്ക് വരുന്ന സമയത്ത് സമാന്തരമായ ഒരു ചോദ്യം കൂടി. ഈ പറഞ്ഞ 10 വർഷം എന്നുള്ളത് ഒരു പക്ഷേ ഈ 10 വർഷം വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് ആയിരുന്നു നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ്. ഈ പവർ കട്ട് എന്തുകൊണ്ട് ഇല്ലാതിരുന്നു, പവർ കട്ടിന് തുടക്കകാലത്ത് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്തരത്തിലൊരു ഒരു തൂക്ക് മന്ത്രിസഭ പോലും പ്രതീക്ഷയോടുകൂടി കാണുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 10 വർഷം എങ്ങനെയാണ് അലൻ എന്ന രീതിയിൽ ഉപഭോക്താവ് എന്ന രീതിയിൽ എങ്ങനെ നോക്കി കാണുന്നു? ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ എനിക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം 2014-15 കാലഘട്ടത്തിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നുള്ള റെപ്രസെൻറ്റേഷനിൽ ഞാൻ പറയുകയാണ്, ഒരു പോളിസി കൊണ്ടുവന്നത് നൂല് പിടിച്ചതുപോലെ അല്ലെങ്കിൽ അതിൽ കുറയാതെയോ LDF സർക്കാർ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ഇപ്പോൾ ഒരു 27-30ഓളം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൺസേൺ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ കുറച്ച് മന്ദത വന്നിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, ഇലക്ഷൻ്റെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ അടുത്ത് വരുന്ന ഏത് സർക്കാരാണെങ്കിലും ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള വെൽഫെയർ വളരെ നന്നായിട്ട് കൊണ്ടുവന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഇപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ബില്ലിൻ്റെ കാര്യത്തിൽ BJP സർക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുത്ത സ്ഥിതിക്ക് ഒരു വെൽഫെയർ കൊണ്ടുവരുമെന്നുള്ളത് സംശയത്തിൻ്റെ മുൾമുനയിലാണ്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. താങ്ക് യു. അദ്രജയിലേക്ക് വരുന്ന സമയത്ത് BJPയുടെ അജണ്ട മതമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ മതം പറയുക എന്നുള്ളത് എല്ലാ കാലത്തും BJP പ്രവർത്തകർ ചെയ്യുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഗുരുവായൂർ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഇലക്ഷൻ കമ്മീഷന് എതിരായിട്ട് സംസാരിക്കുന്ന രീതിയിൽ അതൊരു നിയമപരമായിട്ടൊരു നടപടിയും കൂടി സ്വീകരിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ BJP പ്രവർത്തക എന്ന രീതിയിൽ ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു? കുറച്ച് സമയം ചോദിക്കുകയാണ്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ വിഷയം അല്ല, എല്ലാം ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മെൻഷൻ ചെയ്തു പോകാം. ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. അതിനെ മതത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുന്നതിന്റെ പ്രശ്നമാണ്. അതൊരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. പറഞ്ഞു തീരട്ടെ. രാഷ്ട്രീയ പ്രസ്താവനയാണ്. അതായത് മതമാണ് പ്രശ്നം എന്ന് പറയുന്നവരും ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അനാചാരങ്ങൾ നശിച്ചു എന്ന് പറയുന്ന പ്രസ്ഥാനവും, അല്ലെങ്കിൽ ഗണപതി ഒരു മിത്താണ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിൽക്കുമ്പോൾ അവിടെ എന്താണ് ഒരു ക്ഷേത്രം ഇരിക്കുന്ന ഇത്രയും വലിയൊരു ക്ഷേത്രം വരുന്ന ഒരു സ്ഥലത്തിൻ്റെ, പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള സ്ഥലത്തെ സ്വർണം കട്ടുന്ന തരത്തിലുള്ള സർക്കാരുകൾ ഉള്ള സാഹചര്യത്തിലാണ് അത്തരം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രസക്തി വരുന്നത്. അതിനകത്ത് മതമല്ല പറയുന്നത്.
അതിനകത്ത് മതമല്ല പറയുന്നത്. ഇവിടെ ഏത് സർക്കാരാണ് സ്വർണം കട്ടത്? അന്വേഷണം നടക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാർ സ്വർണം കട്ടുമെന്ന് നമുക്ക് എങ്ങനെയാണ് ബ്ലൈൻഡ് ആയിട്ട് പറയാൻ പറ്റുന്നത്? സ്വർണം അത് കട്ടു. അത് അബദ്ധമായിട്ട് കട്ടു. എങ്ങനെയാണ് അല്ലല്ല, പറഞ്ഞു സ്വർണം തീരട്ടെ. കട്ടത്? ഇന്ത്യയിലെ മറ്റ് കോടതിയാണ് സംസ്ഥാനങ്ങളിൽ തീരുമാനിക്കേണ്ടത്. നടക്കുന്ന അഴിമതിയെക്കുറിച്ച് ഞാൻ BJP ഭരിക്കുന്നിടങ്ങളിൽ പ്രജിത്തേട്ടൻ പറഞ്ഞ പല അഴിമതിയെക്കുറിച്ച് കാര്യങ്ങളിലും എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ ഞാൻ വളരെ ജനാധിപത്യ മൂല്യം മുൻനിർത്തി ഞാനത് സഹിഷ്ണുതയോടുകൂടി കേട്ടിരിക്കുകയാണ് ചെയ്തത്. അല്ലല്ല, നുണ പറയുകയല്ല, നുണ പറയുകയല്ല. കേസ് കഴിയട്ടെ. അത് പറഞ്ഞു വരട്ടെ. അല്ലല്ലല്ല, അത് ചേച്ചിയുടെ സാഹചര്യത്തിൽ പറയണം എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞു തീർക്കണം. എനിക്ക് പറഞ്ഞു തീർക്കാതെ എന്റെ സമയം ഗുരുവായൂർ മണ്ഡലത്തിൽ റെപ്രസെന്റ് ചെയ്യണമെന്ന് പറയുന്നത് എത്രത്തോളം മതവികാരം അല്ല, അങ്ങനെയല്ല പറയുന്നത്. വ്യക്തമായി അങ്ങനെയല്ല പറയുന്നത്. അതായത് അവിടെ അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മത വിശ്വാസികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. എന്തുകൊണ്ട് ഒരു മതത്തിലുള്ള ആള് തന്നെ അവിടെ വരണമെന്ന് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അത് ഉത്സവ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അല്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതിന്റെ കണ്ടക്സ്റ്റ് ആണ് ഞാൻ പറയുന്നത്. അതിന്റെ കണ്ടക്സ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യനാണ് അവിടെ MLA ആയിട്ട് വരേണ്ടത്, അല്ലാതെ ആരുടെയും ഭക്തനോ അല്ലെങ്കിൽ ഒരു എന്താണ് ചേച്ചി പറയണത്? ഈ ജമായത്തെ ഇസ്ലാമും PDP പോലെയുള്ള വർഗീയ പാർട്ടികളുടെ കൂട്ടുപിടിച്ച് ഇലക്ഷനെ നേരിടുന്ന SDPI പോലെയുള്ള വർഗീയ പ്രസ്ഥാനങ്ങളുടെ കൂട്ടുപിടിച്ച് ഇലക്ഷനെ നേരിടുന്ന പ്രസ്ഥാനങ്ങളാണ് പറയുന്നത്. പോലുള്ള വർഗീയ പാർട്ടികൾ RSS എങ്ങനെയാണ് വർഗീയ പ്രസ്ഥാനമാണ്? RSS എവിടെയെങ്കിലും സ്ഫോടനം നടത്തിയിട്ടുണ്ടോ? RSS എവിടെയെങ്കിലും സ്ഫോടനം നടത്തിയിട്ടുണ്ടോ? RSS എവിടെയെങ്കിലും സ്ഫോടനം നടത്തിയിട്ടുണ്ടോ? RSS എവിടെയെങ്കിലും സ്ഫോടനം നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ടോ? ഈ RSS തീവ്രവാദ സംഘടനയാണെന്ന് പറയുമ്പോൾ അതിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ചോദിച്ചത് നാളെ ഇതുവരെ അവിടെ ഒരു എന്തിന്റെ അടിസ്ഥാനം MLA ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു MLA ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണോ? അതൊരു ആവശ്യമല്ലേ? ആരുടെ ആ ആവശ്യം? ആവശ്യം അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമല്ല അത്. അല്ല, ജനങ്ങളുടെ ആവശ്യമല്ല എന്ന് പറയണ്ട. ഹിന്ദു MLA അല്ല, അവിടെ റിസർവേഷൻ ആണോ? ഹിന്ദു MLA എന്താ ചെയ്യാൻ? ഞാൻ പറയട്ടെ, ഹിന്ദു MLA ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കും അപ്പൊ ക്ഷേമം ചെയ്യാൻ അല്ല. പോകുന്നത്? ഭരണഘടനാപരമായി ജനാധിപത്യപരമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ എവിടെയാണ് ഹിന്ദു ആൾക്കാർ നിൽക്കണം ഇല്ലെങ്കിൽ അവിടെ നാദറ ഇപ്പോ നാദറ ഉൾപ്പെടെ ഒരു ഞാനിവിടെ വളരെ ഇല്ല നിങ്ങൾ പറഞ്ഞത് എന്തെല്ലാം അബദ്ധങ്ങളുണ്ട്? നിങ്ങൾ പറഞ്ഞ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയാം. ഓരോ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയാം. അപ്പൊ അത് കേൾക്കാനുള്ള സഹിഷ്ണുതയില്ല. അതെങ്ങനെയാണ് വർഗീയ പ്രസ്ഥാനമാണത്? അല്ലല്ല, ഇത് കേരളമാണ്. എല്ലാവർക്കും അവരുടെ നിലപാടുകൾ പറയാനുള്ള അവകാശമുള്ള കേരളമാണ്. ഇത് ഇന്ത്യയാണ്. ഇവിടെ എല്ലാവർക്കും നിലപാടുകൾ പറയാനുള്ള അവകാശമുണ്ട്. മതമാണ് പ്രശ്നം എന്ന് പറയാൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകന് അവകാശമുണ്ട് എങ്കിൽ നാളെ പാളയപ്പള്ളിയുള്ള സ്ഥിതി ചെയ്യുന്ന ഈ പാളയത്തേക്ക് ഒരു മുസ്ലിം MLA വേണമെന്ന് നമ്മൾ അവകാശപ്പെട്ട് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്നെ ഇങ്ങനെ കൂട്ടം ചേർന്ന് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ പറയാൻ സമ്മതിക്കാണ്ടാക്കിയിട്ട് കാര്യമില്ല. നിലപാടുകളെ വ്യക്തമാക്കി പോണം. നിങ്ങളുടെ തെറ്റ് എന്റെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞതിൽ എന്തെല്ലാം തെറ്റുകൾ എനിക്ക് പറയാനുണ്ട്. പറയാൻ സമ്മതിക്കൂ. നിലപാടുകളെ നിലപാടുകൾ പറയാൻ സമ്മതിക്കാതിരിക്കാതിരിക്കൂ. നിലപാടുകൾ പറയുന്നതിനെ തടസ്സപ്പെടുത്താതിരിക്കൂ. അസഹിഷ്ണുത കാണിക്കാതിരിക്കൂ. എന്തിന് അസഹിഷ്ണുത കാണിക്കുന്നു? ഓരോ പോയിന്റുകളായിട്ട് പറഞ്ഞു പോവാണ്. ട്രാൻസ്ജെൻഡർ വെൽഫെയറിനെ കുറിച്ച് പറഞ്ഞു. കേരള സർക്കാർ ഈ ബില്ലോ കേരളത്തിൽ ആദ്യമായിട്ട് പോളിസി നടപ്പിലാക്കുന്നത് 2015 UDF ഗവൺമെന്റ് ആണ്. അത് 2 വർഷക്കാലം അത് നടപ്പിലാക്കാതിരുന്ന് 2018 തിരുത്തൽ എന്നുള്ളത് അഭിപ്രായം മാത്രമേ പറഞ്ഞുള്ളൂ. അതിന് മറുപടി കൊടുക്കണമെന്നില്ല. ഗോപാലകൃഷ്ണൻ അല്ല, പറഞ്ഞു പോകേണ്ടതുണ്ടല്ലോ. അല്ല, എന്റെ നിലപാട് ഞാൻ ഈ പറഞ്ഞ നാദറ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ നിലപാട് പറഞ്ഞപ്പോൾ ഇത്രയും പേർക്ക് ആക്രമിക്കാമെങ്കിൽ, ഇത്രയും പേർക്ക് ചോദ്യം ചെയ്യാമെങ്കിൽ എനിക്ക് ചോദ്യം ചെയ്യാൻ ഇല്ല. നാദറ, അത് ബയാസ്ഡായി പോകരുത്. അല്ലല്ല, അത് ജനാധിപത്യ മൂല്യമല്ല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ കാര്യം നാദറ ചോദിച്ച എന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇത്രയും വ്യക്തികൾ ഖണ്ഡിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അതിന് സമയം കൊടുത്ത നാദറ എനിക്ക് അവര് പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കാനും സമയം തരണം. അഭിപ്രായങ്ങൾ പറയുന്നതിന് മറുപടി കൊടുക്കണം എന്നില്ല. അതിപ്പോഴാണല്ലോ തിരുത്തുന്നത്. ഇപ്പൊ അവർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു പോകും. പറഞ്ഞു പോകണ്ടോ? ഇല്ല, ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന് അവിടെ ഒരു ഹിന്ദു MLA വരണം എന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് എങ്കിൽ, അദ്ദേഹത്തെ പോലെ ഒരുപാട് മനുഷ്യർ അവിടെ അത് ആഗ്രഹം അവർ കൊണ്ടുവന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ എന്തിന് ക്യാൻസൽ ചെയ്യണം? മതമാണ് പ്രശ്നം എന്ന വർഗീയ പ്രസ്താവന നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു വ്യക്തി ഞങ്ങൾക്ക് MLA വരണ്ടെന്ന് ആഗ്രഹിച്ചാൽ അതിന് തെറ്റു പറയാൻ പറ്റില്ല. വ്യക്തമാണത്.
സ്പഷ്ടമാണത്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇത് കേൾക്കുന്ന ഭൂരിപക്ഷ സമൂഹത്തിന് അത് എന്താണെന്നുള്ള അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുത്തോട്ടെ എന്നുള്ളതാണ്. വേറെ ലാസ്റ്റ് ഒരു ചോദ്യം കൂടിയാണ്. നമ്മൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ട്രംപുമായിട്ട് നടത്തുന്ന ഒരു ഇടപെടലൊക്കെ നമ്മൾ ഒറ്റ കാര്യം ഞാൻ പറയാം. ഇവിടെ എല്ലാവരും പരാമർശിച്ചു പോയ കാര്യങ്ങളിൽ അബദ്ധധാരണകളുണ്ട്, തെറ്റായ കാര്യങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യാനോ സമ്മതിക്കാനോ എൻ്റെ പ്രസ്താവനകളെ ഇടപെട്ടതുപോലെയുള്ള സമയം നാദർ എനിക്ക് നൽകിയില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ സമ്മതിച്ചില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഉത്തരം നൽകുക എന്നുള്ളതാണ്. അല്ല, എന്റെ ചോദ്യത്തിന് ഉത്തരമായിരുന്നില്ല. എന്റെ ചോദ്യത്തിന് കടന്നാക്രമണമായിരുന്നു. അത് ബയാസ്ഡ് ആയിരുന്നു. വളരെ വ്യക്തമായിരുന്നു. പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായ കാര്യമാണ്. ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റുകളെയും ഖണ്ഡിച്ച് പറയാനുള്ള പോയിന്റുകൾ എന്റെ കയ്യിലുണ്ട്. ഒരു ഒറ്റ ചോദ്യം കൂടി. നിങ്ങൾ ആരും അദ്രജോട് ചോദിച്ച ചോദ്യങ്ങളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അദ്രജോട് ഞാനാണ് ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുമ്പോൾ ഖണ്ഡിച്ച് മറുചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെ വ്യക്തമായി സംഘം ചേർന്നുള്ള പറഞ്ഞോളൂ. സമയം തരണം. പക്ഷേ ഈ ഗോപാലകൃഷ്ണന്റെ വിഷയം മാത്രമേ നമ്മൾ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളൂ. അതിന് മറുപടി ഒന്നും പറയാം. അല്ല, ഇവർ പറഞ്ഞ എന്നിട്ട് എന്റെ ചോദ്യത്തെ എന്തുകൊണ്ട് ഇവിടെ തടസ്സപ്പെടുത്തി, എന്റെ ഉത്തരത്തെ തടസ്സപ്പെടുത്തി? ഇവിടെ കേരള സർക്കാർ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കായി വെൽഫെയർ പരിപാടികൾ നടത്തി എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സർജറി ഫണ്ട് കിട്ടാതെ കേരളത്തിൽ പറയുന്ന, അത് ഇടതുപക്ഷ വിശ്വാസികളാണെന്ന് കൂടി മനസ്സിലാക്കണം, പറയുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുന്ന മനുഷ്യരുണ്ട്. വ്യക്തമായി അത് ബയാസ്ഡായി പോകുന്നു എന്ന കൃത്യമായ ആരോപണമുള്ളവരുണ്ട്. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളും ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് റിസർവേഷൻ കൊണ്ടുവന്നപ്പോൾ ഇപ്പോഴും അത് കൊണ്ടുവരാൻ വിമുഖത കാണിക്കുന്ന ഒരു സർക്കാരുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയോ കാലം മുന്നേ നടപ്പിലാക്കിയ കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം. അതിൻ്റെ കൂടാതെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടി, ഒരു ട്രാൻസ്ജെൻഡർ കുട്ടി ഈ ഇവിടെ കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് കൊണ്ടുവന്നു. കോൺഗ്രസ് നടപ്പിലാക്കിയില്ലല്ലോ. 2 വർഷം കഴിഞ്ഞ് കർണാടകയിലെ ഉണ്ട്. നിങ്ങൾ പരിശോധിക്കൂ. ഉണ്ട്. ഉത്തർപ്രദേശിലുണ്ട്, കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുണ്ട്. ശരി, ഞാൻ വ്യക്തമാക്കട്ടെ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് കേരളം നടപ്പിലാക്കേണ്ടെന്നാണോ? നടപ്പിലാക്കിയിട്ടില്ല എന്ന് വ്യക്തമാണ്. ഒരു ഫയൽ നീങ്ങിയിട്ടില്ല. നമുക്ക് പറയാനുള്ള ഡേറ്റാസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. റിസർവേഷനിലേക്ക് കടക്കുന്നില്ല എന്നുള്ള നമ്മൾ വലിയ രീതിയിൽ സമയപരിമിതി ഉണ്ട്. എല്ലാവർക്കും സംസാരിക്കാൻ അവസരം കിട്ടാൻ വലിയൊരു പരിമിതി ഉണ്ടെന്നുള്ളതോട് നാദറ എന്റെ ഒരൊറ്റ ഉത്തരങ്ങൾ ഇവിടെ സംസാരിക്കാൻ സമയം തന്നിട്ടില്ല. എന്തുകൊണ്ട് സമയം ഉണ്ടായെന്ന് നാദറയ്ക്ക് തോന്നുന്നതിന്റെ കാരണം എന്റെ ഓരോ ഉത്തരങ്ങളെ, എന്റെ ഓരോ പോയിന്റുകളെ ഇവിടെ 3 പേരും ഖണ്ഡിച്ചുകൊണ്ടിരിക്കുന്നു. നാദറ ഉൾപ്പെടെ 4 പേര് ഖണ്ഡിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്. ഞാൻ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളെ വളരെ സഹിഷ്ണുതയോട് കൂടി കേട്ടിരുന്നു. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും സഹിഷ്ണുതയോടുകൂടി ഞാൻ കേട്ടിരുന്നു. പക്ഷെ എന്നെ ജനാധിപത്യപരമായ എന്റെ അവകാശങ്ങളെ കോൺഗ്രസ് കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെയും കോൺഗ്രസ് ആണ് എല്ലാ കാര്യങ്ങളും പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. കേരളത്തിലും കോൺഗ്രസ് ആണ് എല്ലാത്തിനും തുടക്കം കുറിച്ച് വെച്ച് അതിനുശേഷം 10 കോൺഗ്രസിന്റെ ആൾക്കാരാണ് പറഞ്ഞത് ലിംഗലൈംഗിക ന്യൂനപക്ഷ മനുഷ്യരെ ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ കോൺഗ്രസിന്റെ ആൾക്കാർ തന്നെ പറഞ്ഞു. അപ്പം ഇത് പരസ്യമായ പ്രസ്താവന നടത്തിയതാണ്. കോൺഗ്രസ് യു ഡി എഫിന്റെ ആളാ പറഞ്ഞത്. ലൈംഗിക ന്യൂനപക്ഷ മനുഷ്യരെ അംഗീകരിക്കാൻ പറ്റില്ല, അവര് മനുഷ്യത്വത്തിനെതിരെയാണെന്ന്, ഹ്യൂമാനിറ്റിക്കെതിരെയാണെന്ന് പറഞ്ഞത് യു ഡി എഫിന്റെ ആളാണ്. BJP-ലെ നേതാക്കൾ ഈ മനുഷ്യരെ കുറിച്ച് പറഞ്ഞു ഏറ്റവും കൂടുതൽ ട്രാൻസ് മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരേ ഒരു പാർട്ടി BJP ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ബില്ല് കൊണ്ടുവന്നത്. സ്മൈൽ സ്കീമിന്റെ അണ്ടറിൽ ഒരുപാട് പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി. വലിയൊരു ബുദ്ധിമുട്ടായി മാറേണ്ട അവസ്ഥയിലേക്ക് എത്തണ്ട എന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ ഇവിടുത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.